മലയാളികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ശ്രീലങ്കൻ റെസ്റ്റോറൻ്റായിട്ടാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഫുഡ് വാസ് സോ ഗുഡ് ദാറ്റ് 2 ദിവസം ഞങ്ങൾ അടുപ്പിച്ച് ഇവിടുന്ന് ലഞ്ച് കഴിച്ചു. ഞാൻ ചക്കയിൽ തുടങ്ങി. അതെ, ചക്കയിൽ തുടങ്ങി. പിന്നെ തേങ്ങ കൊത്തുപൊറോട്ട എടുത്തു, പിന്നെ സോസേജ് എടുത്തു, തേങ്ങാപ്പൊരിപ്പ് എടുത്തു, ഇപ്പോൾ കുറച്ച് മട്ടൺ എടുക്കുന്നു. ഞാനിന്ന് ഫുള്ള് മട്ടണായിരിക്കുന്നു തോന്നുന്നത്. റൈസ് ഐറ്റംസ് എടുക്കുന്നില്ലിപ്പോൾ. സ്റ്റാർട്ടേഴ്സായിട്ട് ഇത്രയും പോട്ടെ, സ്റ്റാർട്ടേഴ്സിൽ കിടന്ന് കളിക്കാം. അതെ, ഇഷ്ടംപോലെ റൗണ്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം ഇത്രയും ഇതാണ് നമ്മുടെ സ്റ്റാർട്ടേഴ്സ്. പിന്നെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ് എടുത്തേക്കാം, കുറച്ച് ക്യാരറ്റ് കൂടെ ഇട്ടേക്കാം. അപ്പോൾ ഭയങ്കര ഒരു കളർ തോന്നും. ഓക്കെ, പിന്നെ വേണമെങ്കിൽ കുറച്ച് കോണും കൂടെ എടുത്തേക്കാം. വാവ്, അതെ, കളറിന് വേണ്ടി മാത്രം. ബീട്രൂട്ടും ഉണ്ട്. ഇപ്പം എല്ലാ കളറുമായി ഏകദേശം. ഈ പ്ലേറ്റ് കാണുമ്പോൾ അത്തപ്പൂ പോലെ ഇരിക്കും, കണ്ടാ? ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നല്ല സൂപ്പർ സംഭവമായിരുന്നു. നമ്മൾ ലാസ്റ്റ് സാറ്റർഡേ വന്നത്. സ്പെഷ്യൽ ശ്രീലങ്കൻ ഓത്തൻറ്റിക് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നാളെയും കൂടി ഞാൻ തരാം. നാളെ ലാസ്റ്റ് സാറ്റർഡേ. എല്ലാ മാസവും ലാസ്റ്റ് സാറ്റർഡേ ഇവിടെ ഭയങ്കര സ്പെഷ്യൽ ശ്രീലങ്കൻ ഫുഡ് ആയിരിക്കും. ശ്രീലങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ ടച്ചാ. നമ്മുടെ കേരളത്തിൻ്റെ നാടൻ പോലെ തന്നെ ഒരു ശ്രീലങ്കൻ നാടൻ ഏകദേശം സെയിം ആണ്. പക്ഷെ ഒരു ഭയങ്കര ഒരു ഹോംലി ഫീൽ കിട്ടുന്നുണ്ട്. ശ്രീലങ്ക പോകണം നമുക്ക് ഇനി. ശ്രീലങ്ക ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആയിരിക്കും. നാടൻ ശ്രീലങ്ക എക്സ്പ്ലോർ ചെയ്യണം. കൊള്ളാം, മട്ടൺ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. ചക്കയും മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. മാങ്ങ പുളിശ്ശേരി, എന്താ പറഞ്ഞത്? മാങ്ങ കറി. ചക്ക നമ്മുടെ അവിടെ കിട്ടുന്ന ഫ്രഷ് ചക്കയുടെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും ചക്കയാണെന്നറിയാം. കൊള്ളാം. മട്ട ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ മൊത്തം തീർത്തിട്ട് ഞാൻ പോകത്തുള്ളൂ. എനിക്കവൻ ചേച്ചി എന്നെ ഓടിക്കും. കൊള്ളാം, നല്ല ഹോംലി ഫുഡ്, ഒരു രക്ഷയില്ല. വീണ്ടും വീണ്ടും ദിവസം വരരുതെന്നാണ് ഗൗരി പറയുന്നത്. അവിടെ നല്ലോണം വെന്തിട്ടുമുണ്ട്, എന്നാൽ അടിപൊളിയായിട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട്. സ്പൈസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എരിവുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള ചില്ലി ചട്നി വെച്ചിട്ടുണ്ട്. നല്ല എരിവുണ്ട് അതിന്. അപ്പോൾ വേറെ ഒന്നിനും അത്ര എരിവില്ലെങ്കിലും ഈ ചില്ലി ചട്നി വെച്ചിട്ട് ആ ഒരു സ്പൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേയൊക്കെ. അടിപൊളി. ഇന്നലെ ഒരു ബുഫ അടിച്ചു, ഇന്നലെ വൈകിട്ട്. അപ്പം അടുത്ത ബുഫയാണ്, ഇനി നാളെയും ബുഫയാണ്. അടിപൊളി. ഇടിയപ്പമുണ്ട്, പിന്നെ എന്താ എഗ് കൊത്ത് പൊറോട്ട. അരി വാ, ആഹാ, ട്രൈ ചെയ്ത് നോക്കാം. എഗ് കൊത്ത്, പിന്നെ റൈസ് നോക്കാം, പിന്നെ ട്രൈ ചെയ്യാം. ഓക്കെ, പനീറുണ്ട്. പനീർ, സ്വീറ്റ് ചില്ലി ചിക്കൻ, ചിക്കൻ സോസേജ്, ഇത് സ്പൈസി ലാം കറി. എഗ്ഗ് കൊത്തു പൊറോട്ട ഉണ്ടോ, എരിവുണ്ട്. എഗ് കൊത്തു പൊറോട്ടയും ചിക്കൻ സോസേജ്. കൊള്ളാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും അച്ഛൻ എന്തോ ചിക്കൻ കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തില്ലേ, അതൊന്ന് സൂപ്പറായിരുന്നു. നല്ലോണം കുഞ്ഞു പീസായിട്ട്
കൊത്തി അന്നേരം ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ചൂടായിട്ട് കഴിച്ചാൽ അടിപൊളിയായിരിക്കും അല്ലേ? ഇടിയപ്പൊക്കെ കഴിച്ചിട്ട് കുറേ നാളായിട്ടോ. കൊതി വരുന്നത് ഇടിയപ്പം കണ്ടിട്ട്. ഇടിയപ്പവും ലാം കറി അല്ലേ, അതോ മട്ടൻ കറിയോ? ലാം വരും തോന്നുന്നല്ലേ. നല്ല നെയ്യൊക്കെ ഉള്ള പീസാട്ടോ. എനിക്ക് ആ ഒരു സ്പൈസ് ലെവൽ കാണുമ്പോഴാണ് എനിക്കൊരു സന്തോഷം വരുന്നത്. മിക്ക ഇവിടെ ഉള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ പോലും സ്പൈസി ആണെന്ന് അവർ പറയും, പക്ഷെ ഭയങ്കര മൈൽഡായിരിക്കും. ഈ സ്വീറ്റ്സിനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ലോണം മൈൽഡാക്കിയിട്ടാണ് ഇന്ത്യൻ കറീസൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് നല്ല സ്പൈസി ആയിട്ട് അടിപൊളി. പനീർ ബട്ടർ മസാലയുടെ ഒന്നും ടേസ്റ്റ് അല്ല കേട്ടോ. ഇത് വേറെ നല്ലൊരു സ്പൈസി പനീർ കറി. ബട്ടർ മസാല ഒന്നുമല്ല. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആവണത് ആ സ്പൈസ് ലെവൽ തന്നെയാണ് കേട്ടോ. എല്ലാം കഴിക്കുമ്പോൾ ആ ഒരു കിക്ക് കിട്ടുന്നുണ്ട് എനിക്ക്. ഭയങ്കര ഇങ്ങനെ നാക്കി വെച്ച് ഇങ്ങനെ കുടുകുടുകുടു ഒന്ന് പടക്കം പൊട്ടും. ഫ്രൈഡ് റൈസ് റൊട്ടി, കോക്കനട്ട് റൊട്ടിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. ചില്ലി ചട്നി ഇതുണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. തേങ്ങയുടെ ചമ്മന്തിയാണെന്ന് തോന്നുന്നു അല്ലേ? തേങ്ങ ചമ്മന്തിയാണെന്ന് തോന്നുന്നു. അതെ, തേങ്ങ തന്നെ. ഓക്കെ, ചക്ക പപ്പടം. ഓക്കെ, കോക്കനട്ട് റൊട്ടി. ഇനി പ്രത്യേകിച്ച് വികാരമൊന്നും എനിക്ക് പറയാനില്ല. നമ്മൾ ഒരു അട പോലെയൊക്കെ. മട്ടൻ്റെ കൂടെ കഴിക്കാൻ. ഓ യെസ് യെസ്, അതിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ കൂടിയിട്ടിട്ട് പറയാം. ചോറും ചക്കയും ഈ ചമ്മന്തിയും, തേങ്ങ ചമ്മന്തിയും, ഈ മുളകും കുറച്ച് പപ്പടം കൂടെ വയ്ക്കല്ലേ. കൊള്ളാം. തേങ്ങ ചമ്മന്തി സൂപ്പർ കേട്ടോ. ശരിക്കും നമ്മുടെ ഒരു കേരള സ്റ്റൈൽ കുക്കിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? ശ്രീലങ്കൻ ക്യുസീൻ നമ്മളായിട്ട് ഭയങ്കര സാമ്യത തോന്നുന്നുണ്ട്. കൊള്ളാം. വീട് മിസ് ചെയ്യുമ്പോഴത്തേക്കും വന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വെറൈറ്റി ആയി ശ്രീലങ്കൻ ഡിഷ് ട്രൈ ചെയ്തതുമായി, പക്ഷെ നാടൻ ഫുഡ് കിട്ടിയതുമായി. ഇവിടെ എല്ലാ മന്തിലെയും ലാസ്റ്റ് സാറ്റർഡേ സ്പെഷ്യലായിട്ടുള്ള ശ്രീലങ്കൻ ഡിഷസ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് കൊള്ളാം, പ്രത്യേക ഒരു അരിയ അല്ലേ? നമ്മളവിടെ ഉള്ള ചുമന്ന റൈസിനൊക്കെ അടിച്ചൊരു ചെറുതാണ്. ശ്രീലങ്കൻ റൈസ് ആയിരിക്കും. പക്ഷെ അന്ന് വന്നപ്പോഴും ഉണ്ടായിരുന്നില്ല. ഓണസദ്യ ആയേക്കാം. വലിയ പിടുത്തമില്ല. ഇട്ടേക്ക് വെണ്ടയ്ക്ക നല്ല കളറും തോന്നുന്നുണ്ട്. കുറച്ച് വെണ്ടയ്ക്ക എടുത്തേക്കാം. വെണ്ടയ്ക്ക എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വന്നേക്കും. ചക്ക എന്തുണ്ടല്ലോ, ജാക്ക് ഫ്രൂട്ട് കറി പൊളി.
അവർക്ക് അറിയാൻ തോന്നുന്നു ചക്ക എനിക്ക് ഫേവറേറ്റ് ആണ്. അങ്ങനെ പോർക്ക് മഞ്ചൂരിയൻ തുടങ്ങി നിന്ന് അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് പക്ഷേ കടലിൽ തിരക്കും കൂടുതലാണ്. നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. പോർക്ക് മഞ്ചൂരിയൻ പൊളി. ഇനി ഇതെന്തായിരുന്നു? ഫിഷ് ആയിരുന്നു അല്ലേ? എന്തോ ഫിഷ് ആയിരുന്നു? മാക്കറലല്ലേ? ട്രൈ നോക്കട്ടെ. അതും കൊള്ളാം. ശ്രീലങ്കൻ സ്റ്റൈൽ നൂഡിൽസും പിന്നെ എന്താണ് ചില്ലി പോർക്കും കൂടെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ നൂഡിൽസ് ഉണ്ടല്ലോ ശരിക്കും ഇടിയപ്പം പോലെ ഉണ്ട്. നല്ല ഭയങ്കര തിന്നായിട്ടുള്ള നൂഡിൽസാണ്. അതും ഈ ചില്ലി പോർക്കും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന ചൈനീസ് നൂഡിൽസ് പോലെ അല്ല. ആണ് ശ്രീലങ്കൻ താലി. നമ്മുടെ ശ്രീലങ്കൻ റെഡ് റൈസ്, ഇത് ദാൽ കറി, ഇത് കേലും തേങ്ങയും കൂടിയിട്ടുള്ള തോരൻ പോലെ ഒരിത്, പിന്നെ ഇത് ബീട്രൂട്ട് കറി, ഇത് നമ്മുടെ ചക്ക, പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ, പപ്പടം, പിന്നെ ഒരു സെക്കൻഡ് പപ്പടത്തിന് ഇവിടെ പോർക്ക് കറിയുണ്ട് കേട്ടോ, ചില്ലി പോർക്കുണ്ട്. പിന്നെ ഇത് മീനാണ്, മാക്രിൽ കറി, പിന്നെ ഇത് സോയ കറി, ഇത് തേങ്ങ ചമ്മന്തി, ഇത് മാങ്ങ കറിയാണ്. ഇത് അടിപൊളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീലങ്കൻ താലി. നമ്മുടെ ഈ ദാൽ കറി ഉണ്ടല്ലോ കറക്റ്റ് നമ്മുടെ പരിപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. പരിപ്പും ചോറും പപ്പടവും ഒക്കെ കൂടെ കഴിക്കണ പോലെ ഉണ്ട്. ഈ കേലും ഇത് നമ്മുടെ പക്ക തോരൻ. ആക്ച്വലി ഒരു സദ്യ കഴിക്കണതിൻ്റെ എഫക്റ്റ് ഉണ്ട് കേട്ടോ എല്ലാം കൂടെ ആയപ്പോൾ. ഞാൻ ഈ മാങ്ങ കറി അതിൻ്റെ ആ പുളിപ്പും ഒക്കെ കൂടെ ആയപ്പോഴത്തേക്കും വേറെ ലെവൽ ടേസ്റ്റ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ വന്ന് ട്രൈ ചെയ്തേ പറ്റുള്ളൂ. മസ്റ്റ് ട്രൈ ആണ് ഇവിടെ. സാറ്റർഡേ ആയിട്ട് അവർ നല്ല കരിപ്പട്ടിയൊക്കെ ഇട്ടിട്ടുള്ള വത്തലപ്പം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെസേർട്ടായിട്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ കേരള ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി യമ്മി സീലോണിൽ വന്നിട്ട് ഒരു ലഞ്ച് കഴിച്ച് നോക്കണം കേട്ടോ. ശരിക്കും നമ്മൾ ശ്രീലങ്കൻ ഫുഡ് കഴിച്ചതുമായി നമുക്കൊരു നല്ല ഹോംലി നാടൻ മീൽ കഴിച്ച ഓരോ ഫീലിംഗ് കൂടെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ നടത്തുന്നത്, ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത് ചാന്തിമയും ഫാമിലിയും കൂടെയാണ് കേട്ടോ. അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോണ പോലെ നമുക്ക് തോന്നുള്ളൂ കേട്ടോ. അത്രയും വാമായിട്ടാണ് അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ യമ്മി സീലോണിലെ ഫുഡും അവിടുത്തെ സർവീസും ആൾക്കാരെയും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. യമ്മി സീലോൺ ബാക്ക പ്ലാനിലാണ് ഗോതൻബർഗിൽ. അപ്പം സീ യു സൂൺ.